സ്റ്റാക്ക് ഓവർഫ്ലോയുടെ ഏറ്റവും പുതിയ സർവേ പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഏറ്റവും അധികം ഡെവലപ്പേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അതായത് ഈ സർവേ എടുത്തതിൽ 50% ആൾക്കാർ ഉപയോഗിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിനെ പറ്റി കൂടുതൽ നോക്കാം. code.visualstudio.com എന്ന സൈറ്റിൽ നിന്നും എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റാണ് VS കോഡ്. സോ മാക് OSനും മൈക്രോസോഫ്റ്റ് വിൻഡോസിനും ലിനക്സിനും ഉള്ള ബൈനറീസ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഇൻസൈഡേഴ്സ് എന്ന് പറയുന്ന ഈ ബൈനറീസ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ബീറ്റ സ്റ്റേജിലിരിക്കുന്ന പല ഫീച്ചേഴ്സും ഈ ഇൻസൈഡേഴ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളൊരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും സ്റ്റേബിൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് വളരെ ലളിതവും സ്ട്രെയിറ്റ് ഫോർവേഡുമാണ്. EXE ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം VS കോഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ഒന്നുകിൽ സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് കോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് കിട്ടും. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിനക്സിലോ അല്ല മാക്കോ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സോഴ്സ് കോഡുള്ള ഫോൾഡർ എവിടെയാണോ അവിടെ പോയതിനു ശേഷം കോഡ് ഡോട്ട് എന്നടിച്ചു കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ആ ഫോൾഡറിൽ ഓപ്പൺ ആയി വരും. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ കോൺഫിഗറേഷൻസ് എല്ലാം ഈ മെനു ബാറുകളിൽ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിലും സാധാരണ ഒരു പ്രോ ഡെവലപ്പർ അങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. അതിന് വന്നിട്ട് കമാൻഡ് പാലറ്റ് എന്നൊരു ഫീച്ചറാണ് യൂസ് ചെയ്യുന്നത്. കമാൻഡ് പാലറ്റ് ആക്സസ് ചെയ്യാനായിട്ട് Ctrl+Shift+P പ്രസ് ചെയ്താൽ ഇങ്ങനെയൊരു പാലറ്റ് ഓപ്പൺ ആയി വരും. സോ ഈ ഐഡിയക്കകത്ത് ഈ ടൂളിനകത്തുള്ള എല്ലാ ഓപ്ഷൻസും ഈ കമാൻഡ് പാലറ്റിനകത്ത് നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ഇപ്പോൾ തീം സെറ്റ് ചെയ്യാനാണെങ്കിൽ തീം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഇവിടെ ലിസ്റ്റ് ആവും. ടെക്സ്റ്റ് റാപ്പ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് റാപ്പ്, ടോഗിൾ വേർഡ് റാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇവിടെ നിന്ന് തന്നെ ഈ Ctrl+Shift+P പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാനലിനകത്ത് നിന്ന് തന്നെ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി എങ്ങനെയാണ് VS കോഡിൽ തീമുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, കളർ തീംസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. കളർ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയുടെ ലുക്ക് ആൻഡ് ഫീൽ ആണ്. ഇപ്പോൾ ഈ കാണുന്ന കളറിലെ ഒരു ഡാർക്ക് ബ്ലൂ ആൻഡ് സിയാൻ ഈ വക കളേഴ്സിനെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനായിട്ട് എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കളർ തീംസ് സെർച്ച് ചെയ്താൽ പല പല തീംസും ഇവിടെ കാണാൻ കഴിയും. സോ ഇതിനകത്ത് തന്നെ ഏറ്റവും വളരെ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു തീമാണ് മെറ്റീരിയൽ എന്ന് പറയുന്ന തീം. മെറ്റീരിയൽ തീം എന്നൊരു തീമുണ്ട്. സോ ഈ തീം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കളർ കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. സോ ഇതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, നേരത്തെ ആ ഒരു ബ്ലൂ ആൻഡ് സിയാൻ കളർ ഉണ്ടായിരുന്നതെല്ലാം വേറെ കളറായി. അതുപോലെ തന്നെ Ctrl+Shift+P ഞെക്കിയതിന് ശേഷം കളർ തീംസ് എന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കളർ തീംസ് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതുപോലെ പരീക്ഷിച്ച് ആക്ച്വലി സെറ്റ് ചെയ്യാതെ തന്നെ നമുക്കിത് പ്രിവ്യൂ ചെയ്ത് നോക്കാൻ കഴിയും. സോ ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് കോബാൾട്ട് എന്ന് പറയുന്ന ഒരു തീമാണ്. സോ ഇത് എൻ്റെ കണ്ണിന് ഇത് വളരെ സ്മൂത്തായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങളും ഇതുപോലെ പല തീംസ് ഉണ്ട്, അതെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന് സെറ്റ് ആകുന്ന ഒരു തീം യൂസ് ചെയ്യാം. അടുത്തത് എങ്ങനെയാണ് നമുക്ക് സോഴ്സ് കോഡ് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ഒരു ഫോൾഡറിനകത്തേക്ക് പോകണം. എൻ്റെ ഒരു പ്രോജക്റ്റ് ഫോൾഡറിനകത്തേക്ക് പോകണം. ഇവിടെ ഞാൻ കോഡ് ഡോട്ട് എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഫോൾഡർ കോഡിനകത്ത് ഓപ്പൺ ആയി വരും. സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു പ്രോജക്റ്റിനെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം ആദ്യം ഓപ്പൺ ആയിരിക്കുന്ന ഒരു ഫയലിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ലൈനിലേക്ക് നമുക്ക് എങ്ങനെ പോകാമെന്ന് നോക്കാം. അതിനായിട്ട് Ctrl+P, ഇതും കമാൻഡ് പാലറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ Ctrl+Shift+P അല്ല, വെറും Ctrl+P പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് കോളൻ പ്രസ് ചെയ്തിട്ട് ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈൻ നമ്പറിലേക്ക് നമ്മുടെ കഴ്സർ പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 43 കൊടുത്തു കഴിഞ്ഞപ്പോൾ 43ാമത്തെ ലൈനിൽ പോയി നിൽക്കും. ഇതുപോലെ തന്നെ 7ാമത്തെ ലൈനിൽ പോകണമെങ്കിൽ 7 കൊടുത്താൽ മതി, അവിടെ പോയി നിൽക്കും. സോ ഇത് വളരെ ഈസി ആയിട്ട് ഒരു ഫയലിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ കഴ്സർ ട്രാവേഴ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ അടുത്തത് ഒരു വേരിയബിളിൻ്റെ പേര് പല സ്ഥലത്തായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്പിൾ കഴ്സേഴ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഞാനിങ്ങനെ സെലക്ട് ചെയ്യണം. ആപ്പ് എന്ന് പറയുന്നത് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+D പ്രസ് ചെയ്താൽ ഈ ഫയലിലുള്ള മറ്റ് ആപ്പ് എന്ന് പറയുന്ന വാക്കുകളും സെലക്ട് ആയി. ഇത് ടെക്സ്റ്റ് സെലക്ഷനാണ്, അല്ലാതെ ആക്ച്വൽ സിമ്പിൾ സെലക്ഷൻ അല്ല. സോ ഇത് വെച്ചിട്ട് ഞാൻ സെർവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കഴ്സർ എവിടെയെല്ലാം ഇരുന്നോ അവിടെ എല്ലാം ആപ്പുകളൊക്കെ സെർവർ എന്ന് മാറ്റിത്തരും. അടുത്തത് Ctrl+P പ്രസ് ചെയ്തതിന് ശേഷം @ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയലിനകത്തുള്ള എല്ലാ സിമ്പിളുകളും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഹെൽമെറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്കാണ് എനിക്ക് പോകേണ്ടതെങ്കിൽ @ എന്ന് കൊടുത്തിട്ട് ഹെൽമെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
ഈ ഹെൽമെറ്റ് എവിടെയാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ ലൈനിലേക്ക് പോയി നിൽക്കും. ഇതുപോലെ തന്നെ എനിക്കിപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി എവിടെയാണുള്ളതെന്ന് അറിയണമെങ്കിൽ അറ്റ് ലിമിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഇവിടെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ടും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിമ്പിളിലേക്ക് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അറ്റ് എന്ന് പറഞ്ഞിട്ട് ആ സിമ്പിൾ നെയിം കൊടുക്കുന്നത്. ഇത് ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഫയലിനുള്ളിലെ സിമ്പിൾസ് മാത്രമേ സെർച്ച് ചെയ്യുള്ളൂ. എന്നാൽ നമുക്ക് ഈ പ്രോജക്റ്റിനകത്തുള്ള എല്ലാ സിമ്പിളുകളും നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+P പ്രസ് ചെയ്തിട്ട് ഹാഷ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം ഇൻഡെക്സ് എന്ന് പറയുന്ന സിമ്പിൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. ഇൻഡെക്സ് റൗട്ടർ എന്ന് പറയുന്നത് SRC ഇൻഡെക്സ്, ഈ ഫയലിനകത്ത് ഇൻഡെക്സ് റൗട്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ news.router എന്ന് പറയുന്നതിനകത്തും ഒരു ഇൻഡെക്സ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു പ്രോജക്റ്റിനകത്തുള്ള എല്ലാ സിമ്പിൾസും നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ Ctrl+P എന്നിട്ട് ഹാഷ് പ്രസ് ചെയ്തിട്ട് ആ സിമ്പിൾ നെയിം കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫയലിലോട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് Ctrl+P പ്രസ് ചെയ്തതിന് ശേഷം ആ ഫയൽ നെയിം കൊടുത്താൽ മതി. ഇപ്പോൾ ന്യൂസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂസ് എന്ന് തുടങ്ങുന്ന 2 ഫയലും കാണിക്കും. ന്യൂസ് റൗട്ടറും ഉണ്ട്, ന്യൂസ് കൺട്രോളറും ഉണ്ട്. ഇത് തന്നെ എനിക്ക് ഫുള്ള് പേരറിയത്തില്ല. ഞാൻ ജസ്റ്റ് ന്യൂസ് ആണോ ന്യൂ ആണോ എന്നറിയില്ല. റൗട്ടർ ആണെന്നുണ്ടെങ്കിൽ NR എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ N-ലും R-ലും തുടങ്ങുന്ന ഇതുപോലത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട് അവൻ റിസൾട്ട് കൊണ്ടുതരാൻ തുടങ്ങും. സോ ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ആ ഫയലിലേക്ക് പോകാൻ കഴിയും. ഈ വീഡിയോ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. വിഷ്വൽ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻഷൻസ് ഒരുപാടുണ്ട്. വളരെയധികം ഉപകാരപ്രദമായ എക്സ്റ്റൻഷൻസ് ഞാൻ അടുത്ത വരുന്ന വീഡിയോകളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഡെവലപ്പർ കമ്മ്യൂണിറ്റിയിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുവരെ നിങ്ങളുടെ അടുത്ത് നിന്ന് ബൈ പറഞ്ഞ് പോകുന്നത് ആൻ ഏജിങ് ഡെവലപ്പർ. ബൈ.